ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ചക്കപ്പൊരി ആയിട്ട് ഉണ്ടാക്കിയത്. ചക്കയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടാമല്ലേ? എല്ലാവരും ഉണ്ടാക്കി വെക്കാം. നല്ല കറുമുറ എന്ന് പറയുന്ന ചക്കപ്പൊരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ മുമ്പ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മളൊരു അരമുറി ചക്ക ഇട്ടെടുത്ത് അപ്പോൾ ഇതിൻ്റെ ചെവിണിയൊക്കെ കളഞ്ഞ് നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി വെച്ചോളി. ഒരു 2-3 ആഴ്ചയൊക്കെ വന്നാലും ഒന്നും ആവില്ല. അപ്പോൾ അതാ ഈ ചെമ്പട്ടിക്കൊരു ചെമ്പട്ടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കീറിയെടുക്കാം. ഇതിന് ഈ ചെവിണിയൊക്കെ കളയണം കേട്ടോ, അല്ലെങ്കിൽ പൊരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇതാ കുരുവൊക്കെ കളഞ്ഞെടുത്ത് ഇനി നമുക്ക് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറേ സമയം വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി കളിക്കണ്ട. നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ആ ചക്ക മുഴുവനും അരിഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിനെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായ ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പിട്ടില്ലേ ചക്കയിൽ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കളിക്കാം. വെള്ളം ചുട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ചക്കപ്പൊരി റെഡി ആയിട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. തീ നല്ലോണം കുറച്ച് വെച്ചേട്ടോ നമ്മൾ കോരുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ലാസ്റ്റ് തട്ടത്. ഇതോടെ കഴിഞ്ഞാൽ ഇന്നത്തെ ചക്കപ്പൊരി കഴിഞ്ഞു. ചക്ക മുഴുവൻ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നു അത്. ഇനി നമുക്കിത് കോരി മാറ്റാം.
നമ്മളെ ചക്കപ്പൊരി ഇത്രയുണ്ട് കേട്ടോ. അരമുറി ചക്കേനെ നമ്മൾ എടുത്തിങ്ങനെ കേട്ടോ, നല്ല കറുമുറാലല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ.